ഹായ് ഹലോ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ടിരുന്ന് കാണണം കേട്ടോ. ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു അടിപൊളി ഫ്ലവർ കാർപ്പറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓഫീസ് മുഴുവനായിട്ട് ഇതുപോലുള്ള നല്ലൊരു അടിപൊളി ഓണം വൈബ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ ഇത് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി എന്താ ഓണം പ്രോഗ്രാംസിലേക്ക് പോകണം. പക്ഷേങ്കിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ വർക്കിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാംസിൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ കാർപ്പറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് ഫ്ലവർ കാർപ്പറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം അതിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എലൈനും ഹെലനും ഞങ്ങളെ നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്ലവേഴ്സ് പിച്ചി തരുന്നതിലൊക്കെ ആയിട്ട്. അപ്പോൾ രണ്ട് പേർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലുള്ള സെലിബ്രേഷനോ കോമ്പറ്റീഷനോ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ടീമിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാട്ടോ. എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. എല്ലാവരും അവരവർക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ലേ, ആ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ ആ ഒരു ശ്രമം പോലെ തന്നെ മിക്കപ്പോഴും ഞങ്ങൾ ആ ഒരു എഫേർട്ടിന് ഞങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ പൂവ് പിച്ചുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് വരക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ പൂവ് ഇടുന്നതും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. വിത്തിൻ 2 hours നല്ല തീമോട് കൂടിച്ച് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഫ്ലവർ കാർപ്പറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇത്തവണ ഞങ്ങൾ എന്താ പറയുക, സാധാരണ ഞങ്ങൾ ടൈം ആ ഒരു 2 hours എത്തിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടാറുണ്ട്. ഇത്തവണ ഞങ്ങൾ ഏകദേശം 145 hours കൊണ്ടാണ് ഞങ്ങളുടെ ഫ്ലവർ കാർപ്പറ്റ് റെഡിയാക്കി എടുത്ത് കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ആ ഒരു ലെവലിലേക്ക് അതിനെ എത്തിച്ചത്. ഈ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്, സദ്യ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരുന്നിട്ടുണ്ട്. സദ്യയുടെ കാര്യം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഓരോ ഐറ്റംസും അതിൻ്റെതായ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും കിട്ടാറുള്ളത്. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. ഇതുപോലെ സെലിബ്രേഷനൊക്കെ വരുമ്പം എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ അല്ലേ. അങ്ങനെ ജോ വന്നിട്ടുണ്ട്. ജോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും ഫുഡ് ഒരു തരി പോലും വേസ്റ്റ് ആക്കത്തില്ല കേട്ടോ. കാരണം നല്ല രീതിക്ക് വഴക്ക് കിട്ടും ഫുഡ് വേസ്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ സദ്യ കഴിച്ചു കേട്ടോ. നല്ല രസവും മോരൊക്കെ കൂട്ടി ആ ഒരു സദ്യ സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ എലൈനും ഹെലനും റഫ്ഷാദും ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡും കഴിച്ചത്. അങ്ങനെ ലാസ്റ്റ് 2 തരം പായസവും കൂട്ടി ഞങ്ങളത് ഇലയൊക്കെ മടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വയറും മനസ്സും ഒരുപോലെ തന്നെ നിറഞ്ഞു കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഗെയിമിലേക്കാണ്. ഗെയിമിൻ്റെ സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തത് വടംവലി ആട്ടോ. ബോയ്സിനും ഗേൾസിനും വേറെ തന്നെ വടംവലി മത്സരം ഉണ്ടായിരുന്നു. നല്ല അന്തസ്സോടുകൂടി തന്നെ ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ വടംവലിയിൽ ഞങ്ങൾ തോറ്റു കേട്ടോ. ഇനി അടുത്ത കലാപരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സുന്ദരിക്ക് പൊട്ട് തൊടലും അതുപോലെ തന്നെ സുന്ദറിന് മീശ വരക്കല കേട്ടോ. ബോയ്സ് സുന്ദരിക്ക് പൊട്ട് തൊടുക, ഗേൾസ് സുന്ദറിന് മീശ വരക്കുക. ഈ ഒരു ഗെയിമിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചത് റഫയും ജോവും ആണ്. അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഗെയിം കണ്ടവർക്ക് അറിയാൻ പറ്റും. കാരണം അവർ രണ്ടും 2 ദിക്കിലേക്കാട്ടോ ആദ്യം തന്നെ പോയത്. പിന്നെ എല്ലാവരുടെയും മാക്സിമം വീഡിയോസ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ ആ ഒരു സ്പിരിറ്റിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഫ്ലവർ കാർപ്പറ്റിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾക്ക് തന്നെയാണ് ഇത്തവണയും ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കേട്ടോ. അത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ മാത്രമേ ഞങ്ങൾക്ക് ഇത്രയും ഇയേഴ്സായിട്ട് ഞങ്ങളുടെ കപ്പ് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇത്തവണത്തെയും വിന്നേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ.